കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായാണ് മൊഴി. ആൺസുഹൃത്തിനോട് കൊന്നില്ലെങ്കിൽ താൻ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപും പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്കുണ്ടായി. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന മൊഴിയും പോലീസ് പരിശോധിക്കും. കരുവാറ്റയിൽ 13-കാരിയായ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം ചെയ്തത് 13-കാരിയാണ്. അതായത് മുത്തശ്ശനെ കൊലപ്പെടുത്താനായി കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം നടത്തിയത് 13-കാരിയാണ് എന്നുള്ള വിവരങ്ങൾ, അത് കൂടുതൽ ഉറപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടിക്ക് മുത്തശ്ശനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. അതായത് നേരത്തെ സുഹൃത്തുക്കളോട് മുത്തശ്ശനെ താൻ കൊലപ്പെടുത്തുമെന്നുള്ള വിവരം ഈ കുട്ടി അറിയിച്ചിരുന്നു. കൊന്നില്ലെങ്കിൽ, ഈ ആൺ സുഹൃത്തുക്കളോട് പറഞ്ഞത് കൊന്നില്ലെങ്കിൽ താൻ ഇത് നടത്തും, കൊലപാതകം നടത്തും എന്നുള്ള വിവരമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്, അതായത് കുട്ടി 6 മാസമേ ആയുള്ളൂ ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട്. അത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം, അതായത് ഈ കുട്ടിയുടെ പലതരത്തിലുള്ള സൗഹൃദങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഈ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് മുമ്പും, അതായത് കൊലപാതകത്തിന് ആഴ്ചകൾ മുമ്പും ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിട്ടുണ്ട്, ശക്തമായ തർക്കവും വഴക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒരു മുൻവൈരാഗ്യ പശ്ചാത്തലം ഈ കുട്ടിക്ക്, ഈ ശിവൻകുട്ടിയോട് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കൃത്യമായൊരു പ്ലാനിങ് ഈ എക്സിക്യൂഷൻ ചെയ്യുന്നതിന്, അതായത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കൃത്യമായ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് ഈ 13 വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളതാണ്. വീടിന്റെ ലോക്കറുകൾ തുറന്നു വെച്ചു. വീട്ടിൽ നിന്ന് താൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കൊലപാതക സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മാറി നിന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ അലമാരയുടെ, പണമിരിക്കുന്ന സ്വർണ്ണമിരിക്കുന്ന അലമാരയുടെ ലോക്കറുകൾ തുറന്നു വെച്ചു. ഒപ്പം മോഷണ ശ്രമമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മുളകുപൊടി ഈ കൗമാരക്കാരായ ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവർക്ക് കാണുന്ന പാകത്തിന് ഒരുക്കി വെച്ചു. ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച മറ്റ് 2 സുഹൃത്തുക്കളെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വിളിച്ചു നോക്കി അതിനുശേഷം ശിവൻകുട്ടിയുടെ മൊബൈലിലേക്ക് ഈ കുട്ടി വിളിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു എന്ന് കൂടി ഉറപ്പുവരുത്താനാണ് കുട്ടി അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം തിരിച്ച് പോകുന്നു. വീട്ടിലെ ആശുപത്രിയിലുള്ള ആളുകളെ വിളിച്ച് അറിയിക്കുന്നു. അതായത് ശിവൻകുട്ടി ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഒരു ആൺ സുഹൃത്തുമായി എത്തിയാണ് അവിടെ ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ വീട് മുത്തശ്ശൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല എന്നുള്ള രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇൻസ്റ്റഗ്രാം മുഖേനയാണ് ഇവരുടെ കോളുകളും ചാറ്റുകളും എല്ലാം ഈ പ്രതികൾ എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അമ്മയോട് സ്നേഹമില്ലാത്ത രീതിയിലാണ് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ കുട്ടി സംസാരിച്ചിരുന്നത്. സ്കൂൾ അധികൃതരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മറ്റു കുട്ടികളെ പോലെ അല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. ഓൺലൈൻ TC മുഖാന്തരമാണ് കൊല്ലത്ത് നിന്ന് ഹരിപ്പാട് സ്കൂളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ചോദ്യം ചെയ്യലിലെ ഒരു ഘട്ടത്തിലും ഈ യാതൊരുവിധ കുറ്റബോധമോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ മുഖഭാവമോ ഈ കുട്ടിക്ക് ഇല്ല. അതിനോടൊപ്പം തന്നെ തെളിവുകൾ നിരത്തി ചോദിക്കുമ്പോൾ പോലും തനിക്ക് അറിയില്ല എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ബാക്കിയുള്ള ആളുകളെ ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ബോൾഡായി താൻ ചെയ്ത ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് ബാഡ് ടച്ച്, അതാണ് കുട്ടി ഉപയോഗിച്ച വേർഡ്, അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് പ്രതികളുമായി ചേർന്ന് അത് ആക്കാര്യത്തെ, അത് ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി അക്കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ മൊഴികൾ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ, അതായത് ഇവരുടെ സ്വാതന്ത്ര്യത്തെ, മറ്റ് ലഹരി അടക്കമുള്ള ഉപയോഗത്തെ, ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തത് ഈ 6 മാസത്തിന് ശേഷം ശിവൻകുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്. അതിന്
അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു ഇടപെടലിനെ പോക്കിനെ ഒക്കെ ഇയാൾ തടസ്സമായിരുന്നു എന്നുള്ളതാണോ കുട്ടിയിലേക്ക് വൈരാഗ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കാനാണോ ഇത്തരത്തിൽ മോശമായി ഒരു പെരുമാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ അതായത് കൊല്ലത്ത് നിന്നെത്തിയ ആൺ സുഹൃത്തും ബാക്കിയുള്ള 2 പേരും അവരെ 15, 16, 17 വയസ്സുള്ളവരാണ്. നമുക്കറിയാം ഡൽഹി കുറ്റകൃത്യത്തിൽ അടക്കം ഏറ്റവും ക്രൂരത ചെയ്തത് 17കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ അവരുടെ കുറ്റകൃത്യത്തിന്റെ ആഴം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ അഡൾട്ടായി പരിഗണിച്ചുള്ള നിയമ നടപടികളിലേക്ക് പോകണമെന്നുള്ള ഒരു ആവശ്യം, അത്തരത്തിലുള്ള നിയമപരമായ സാധ്യതയെ കൂടി ഉപയോഗിക്കാനാണ് പോലീസിന്റെ നീക്കം. ആ രീതിയിലുള്ള റിപ്പോർട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ട കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ 4 സംഘത്തിനും, അത് 4 പേർ അടങ്ങുന്ന സംഘത്തിനും ഒരു ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമോ ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൊലപാതകം നടത്തിയ ശേഷം ആഘോഷപൂർവ്വം പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചാണ് ഈ മൂവർ സംഘം തിരികെ മടങ്ങി എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വിചിത്രമായ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഗൗരവകരമായ മാനസികാവസ്ഥയിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.